ഹേയ് വെൽക്കം ബാക്ക് ടു ഓൾ. അപ്പോൾ ഈ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് രാവിലെ നല്ല മഴയാണ്, അതുകൊണ്ട് നമുക്ക് മോർണിംഗ് റൈഡ് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കൂടാതെ നമ്മുടെ അരുൺ ബ്രോ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിറവത്ത്. അപ്പോൾ ബ്രോ ഓൾറെഡി ഇറങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ മഴയാണെങ്കിലും റെയിൻകോട്ട് ഇട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അത് എന്താണ്, ഇത് നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡാണ്. ഇറങ്ങുമ്പോഴേ മഴയത്തുള്ള മോർണിംഗ് റൈഡ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ ഓൺ ദ വേ. അങ്ങനത്തെ നമ്മൾ പിറവം എത്തി കേട്ടോ. പിറവം പാലമാണിത്. നമ്മുടെ അരുൺ ബ്രോ ഓൾറെഡി എത്തിയിട്ടുണ്ട്. പുള്ളി നമ്മുടെ പാഴൂര് കണ്ടേക്കാമെന്ന് പറഞ്ഞു. സോ നമ്മൾ ചവിട്ടി വിടും കേട്ടോ. അങ്ങനെ നമ്മളതേ പാഴൂരെത്തി. ഇനിയിപ്പോൾ ദേ അരുൺ ബ്രോ ഇവിടെ. ഓക്കെ, നമ്മുടെ മൂവാറ്റുപുഴ നദിയുടെ മേലിലുള്ളൊരു പാലമുണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. എന്താണ് മാൻ, പുതിയ ഫോണൊക്കെ എടുത്തൊന്ന് കേട്ടു? എങ്ങനെയുണ്ട് വെള്ളം? നല്ല രസമോ? ഇത് ഫുള്ള് ചെളിവെള്ളമല്ലേ? എന്നാൽ പിന്നെ അപ്പുറം കയറത്തില്ല തൂക്കുപാലത്തെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മൂവാറ്റുപുഴ 2 ദിവസം മഴയുടെ എഫക്റ്റാണ് കാണുന്നത്. നമ്മുടെ പാഴൂർ അമ്പലം. നമ്മളിവിടെ റൈറ്റ് അല്ലേ? മാമലക്കവല. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും എറണാകുളം, ഈ വഴി പോയാലും എറണാകുളം. ഇതാണ് കാരിയൂർക്കാവ് വ്യൂ പോയിന്റ്. അതെ അതെ. പക്ഷെ ഇവിടെ ശരിക്കും ഈ പാടൊക്കെ പൂത്ത് വയ്ക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ഫുള്ള് കാല് വരെ വെള്ളമായി. ഇത് തോടാട്ടോ, ഈ ചെറു. അല്ല, നടുക്കൊരു തോടുണ്ട്. ബാക്കി ഫുള്ള് പാടമാണ്. അതെ അതെ. ഇതിപ്പോൾ പാടം ഏതാ തോടയൊന്നും അറിയത്തില്ല കേട്ടോ. ഡിസംബറിലേക്ക് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നൈസാട്ടോ. മഞ്ഞ്. ഇതല്ല ഇതല്ല. ഗായ്സ്, അങ്ങനെ നമ്മുടെ അരുൺ ബ്രോ കൊണ്ടുപോവാണ്. ബ്രോ ഏട്ടാ 5 തവണ പോയിട്ടുള്ള ലൊക്കേഷൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏതോ കാട്ടുവഴി കൂടെ നമ്മൾ പോവുകയാണ്. തങ്കമ്മക്കവലയാ? ശരി. ഇതന്നെയാണോ? ആണോ? ഞാൻ അപ്പുറത്തുനിന്ന് കയറിയിട്ടുള്ളൂ. ഓക്കെ. എല്ലാം വന്ന് കയറിയെന്ന് എൻ്റെ ഓർമ്മ ആയിരിക്കും. ഇത് വഴി അറിയാലോ അല്ലേ? ഇനി ഓക്കെ. നമ്മളിന്ന് വഴി ഉള്ളൂല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റൈഡ് പിറവം മണിയിട്ടിനടുത്തുള്ള തിരുപ്പതി മഹാദേവ ക്ഷേത്രവും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ ഇതൊരു നാച്ചുറൽ വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ വെള്ളം
തടകെട്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കവിഞ്ഞൊഴുകുന്ന വെള്ളമാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ കാണാം ഒരു ചെറിയ കൈത്തോട് വഴി വെള്ളം വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഏടക്കരനാട് കുട്ടമ്പുറത്തൊരു ചിറയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു വെള്ളം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു അമ്പലത്തിൽ ബലിതർപ്പണത്തിൽ വരുന്നവർക്ക് മുങ്ങി കുളിക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ. അതുപോലെ മഴക്കാലത്ത് വെള്ളം ശക്തമായിട്ട് ഒഴുകുമ്പോഴത്തേനും നമുക്കത് ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടന്നൊക്കെ പോകണം. ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് കേട്ടോ. അതുപോലെ വെള്ളം നല്ല ശക്തിയിലാണ് വന്ന് ഒഴുകുന്നത്. അപ്പം എന്താണെങ്കിലും നമ്മളവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം. അപ്പോൾ കാര്യം പറഞ്ഞാൽ മുങ്ങിപ്പോനുള്ള വെള്ളമൊന്നുമില്ല, പക്ഷെ നമ്മളവിടെ കാലുതെറ്റി വീണാൽ ഫുള്ള് പാറക്കല്ലുകളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സേഫായിട്ട് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിതേ കുറച്ച് താഴത്തെ സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പൂളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ചുറ്റും റബ്ബർ മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ വഴികളുണ്ട്, അതിലേ നമുക്ക് ഇറങ്ങി വരാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ കറക്റ്റ് നമുക്ക് ഇവിടെ തന്നെ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. അങ്ങനത്തെ നമ്മളവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഈ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം എന്താണ് മാൻമേഡ് അല്ലെങ്കിൽ ആ ഒരു തട കെട്ടി അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. അതായത് ആ ഓവർഫ്ലോ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊരു വൻ ഫീലാട്ടോ. എന്താണ് പറയുന്നത്, ഇതിനു വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ലൊക്കേഷൻ കേട്ടോ, അടിപൊളി. അതിൽ നമ്മളിപ്പം ഒരു 10-15 മിനിറ്റ് കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തു. സോ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ മണിയുടെ എത്തി തിരിച്ച്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ചായ കുടിക്കാൻ കയറി കേട്ടോ. ഇത് പൊട്ടിച്ചില്ലല്ലോ, പോസ്റ്റാണല്ലോ. ഓക്കെ ബൈ. അപ്പോൾ ദേ ഇത് പാഴൂരാണ് സ്ഥലം. നമ്മൾ രാവിലെ അരുൺപ്രോനെ മീറ്റ് ചെയ്തതോ ആ ഒരു പാലത്തിൻ്റെ അവിടെ കേട്ടോ. അവിടെ ഒരു നീല പാലമുണ്ട് അവിടെ. ഇത് ദേ തൊട്ടിപ്പുറത്തുള്ള ഒരു തൂക്കുപാലമാണ്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ കേട്ടോ ഈ ഒരു പാലം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേ വന്നപ്പോഴത്തേനും ഒന്ന് നിർത്തിയതേ ഉള്ളൂ. അപ്പോൾ അതേ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു റൈഡ്. പിന്നെ സ്ട്രൈറ്റ് ടു ഹോം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, പീസ് ഔട്ട്.